അന്ത്യോക്യയുടെ കീഴിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു മുദ്രാവാക്യമാണ് മലങ്കര ചെയ്യാനൊക്കെയുള്ളൂ. ഒരടിമ സ്വഭാവമുള്ള ഒരു സഭയാണ് നമ്മുടേതെന്ന് പറയുന്ന രീതിയിലുള്ള വേറൊരു മുദ്രാവാക്യമുണ്ട്. അച്ഛൻ കേട്ട് കാണുമല്ലോ. അന്ത്യോക്യയുടെ അടിമയായിട്ട് മലങ്കര കഴിയണം. അന്ത്യോക്യ പറയുന്നത് മാത്രമേ സ്വന്തം തള്ളയെ പെറ്റ തള്ളയെ മറന്നാലും വേറൊരു സ്ഥലത്തെ മറക്കത്തില്ല എന്ന് പറയുന്ന സത്യവെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ട്രൂ ലൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മലങ്കര സഭയും അന്ത്യോക്യ സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നിർവചനങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളം കേൾക്കുന്ന കാലമാണ്. കോടതി തർക്കങ്ങൾ, സഭാ തർക്കങ്ങൾ ഇവയൊക്കെ പത്രമാധ്യമങ്ങളുടെ തലക്കെട്ടുകളും ആയി വരുന്ന കാലം. മലങ്കര അന്ത്യോക്യ ബന്ധത്തെക്കുറിച്ച് തിരുമേനി എന്ത് പറയുന്നു? നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു മുദ്രാവാക്യമാണ് മലങ്കര അന്ത്യോക്യ ബന്ധം നീണാൾ വാഴട്ടെ എന്നുള്ളത്. നമുക്കതിനകത്ത് വിയോജിപ്പൊന്നുമില്ല കേട്ടോ. മലങ്കര അന്ത്യോക്യ ബന്ധം നീണാൾ വാഴട്ടെ. അന്ത്യോക്യയിലൊരു സഭയുണ്ടെങ്കിൽ ആ സഭയോടുള്ള ബന്ധം നീണാൾ ഭംഗിയായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ആ മുദ്രാവാക്യത്തിനകത്ത് വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ പ്രശ്നം മലങ്കര അന്ത്യോക്യ ബന്ധം എന്ന് പറഞ്ഞിട്ട് അന്ത്യോക്യയുടെ കീഴിൽ നിൽക്കുന്ന ഒരടിമ സ്വഭാവമുള്ള ഒരു സഭയാണ് നമ്മുടേതെന്ന് പറയുന്ന രീതിയിലുള്ള പ്രായോഗികത കാണുമ്പോഴാണ് ആ മുദ്രാവാക്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത്. വേറൊരു മുദ്രാവാക്യമുണ്ട്, അച്ഛൻ കേട്ട് കാണുമല്ലോ. അമ്മയെ മറന്നാലും അന്ത്യോക്യ മറക്കില്ല, സ്വന്തം തള്ളയെ പെറ്റ തള്ളയെ മറന്നാലും വേറൊരു സ്ഥലത്തെ മറക്കത്തില്ല എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം വേറെ കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള, അതായത് ജനിപ്പിച്ച അമ്മയെ മറന്നു കഴിഞ്ഞാലും വേറൊരു ദേശത്തെ മറക്കത്തില്ല എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. പക്ഷെ വിശ്വാസം കർത്താവിൻ്റേതാണ്, അല്ലാതെ അന്ത്യോക്യയുടേതോ അന്റാർട്ടിക്കയുടേതോ ഒന്നും അല്ലല്ലോ വിശ്വാസം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ചില മുദ്രാവാക്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട്. എന്നാൽ അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു മുദ്രാവാക്യമാണ്. നമ്മുടെ പ്രശ്നം അതുകൊണ്ട് അന്ത്യോക്യയുടെ അടിമയായിട്ട് മലങ്കര കഴിയണം, അന്ത്യോക്യ പറയുന്നത് മാത്രമേ മലങ്കര ചെയ്യാനൊക്കെയുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രവണത കാലാകാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. അത് വേണ്ട എന്നുള്ളതാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ. സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും പരസ്പരം കൈകോർത്ത് പിടിച്ചു പോകാനും ഒക്കെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എപ്പോഴും തയ്യാറാണ്. പക്ഷേ അതിനപ്പുറമായ ഒരു അടിമ കോളനി സ്വഭാവം കാണിക്കുന്നത് സുഖകരമാകുകയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ സമൂഹം. ഈ ദൈവശാസ്ത്രപരമായ ചില കാരണങ്ങളുണ്ടെന്ന് കുറേ പേര് വളരെ ശക്തമായി വാദിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ്റെ മേലാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത്. പൗരോഹിത്യത്തിൻ്റെ ഏക അടിസ്ഥാനം പത്രോസ് ശ്ലീഹായാണ്. മറ്റ് ശ്ലീഹന്മാർക്ക് അങ്ങനെ ഒരു നൽവരം നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള വിശദീകരണങ്ങളൊക്കെ ചേർത്താണ് പലപ്പോഴും ഈ വ്യാഖ്യാനങ്ങൾ. ബഹുമാനപ്പെട്ട അച്ഛ, അത് സത്യം പറഞ്ഞാൽ ഓർത്തഡോക്സ് ദൈവശാസ്ത്രം അല്ലത്, റോമൻ കത്തോലിക്ക ദൈവശാസ്ത്രത്തിന് ആണത്. ഈ പത്രോസാണ് വലുത്, ബാക്കി എല്ലാവരും അതിന് കീഴെ നിൽക്കുന്നു എന്ന് പറയുന്നത് അത് റോമൻ കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രമാണ്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും റോമൻ കത്തോലിക്ക സഭയും തമ്മിലുള്ള ഡയലോഗ്സ് ഉണ്ടല്ലോ, ആ ഡയലോഗ്സിലൊക്കെ ഇത് കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്, ധാരാളം പ്രാവശ്യം ചർച്ച ചെയ്യുന്നതാണ്. ആ സമയത്ത് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ഭാഗത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വിവാഹമാണ് നമ്മുടെ യാക്കോബായ വിവാഹം എന്ന് പറയുന്നത്. അവരാണ് ഇപ്പോൾ കത്തോലിക്കർ പറയുന്നതിനേക്കാൾ വലിയ ശക്തിയിൽ പത്രോസാണ് ഉറവിടം എന്നൊക്കെ പറയുന്നത്. പത്രോസ് ഉറവിടം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പത്രോസും തോമായും ബർത്തലോമായും പീലിപ്പാസും ഒന്നും അല്ലല്ലോ ഉറവിടം. ഉറവിടം ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവാണ് ഉറവിടം. ക്രിസ്തുവിൻ്റെ വേറെ ഉറവിടം എന്ന് പറയണം. നമ്മളെ സംബന്ധിച്ച് ക്രിസ്തു എന്ന ഉറവിടത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹയാണ്. അപ്പം നാച്ചുറലി ഹിസ്റ്റോറിക്കലി വി സ്പീക്ക് അബൌട്ട് സെന്റ് തോമസ്. അതാണ് വിഷയം. തോമസ് ക്രിസ്ത്യൻസ് എന്നുള്ള പേര് വന്നു. അപ്പം നാച്ചുറലി നമ്മൾ പറയേണ്ടത് മാർത്തോമാ ശ്ലീഹയ്ക്കാണ് പ്രാധാന്യം. ഹിസ്റ്റോറിക്കലി, തിയോളജിക്കലി മാർത്തോമാ ശ്ലീഹായും പത്രോസ് ശ്ലീഹായും അന്ത്രയോസ് ശ്ലീഹായും യാക്കോബ് ശ്ലീഹായും എല്ലാവരും തിയോളജിക്കലി അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യരായതുകൊണ്ട് അവരുടെ ശ്ലൈഹികത ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ്.
അപ്പോൾ ഒരു സഭയുടെ ശ്ലൈഹികത ക്രിസ്തുവിൻ്റെ ശ്ലൈഹികതയാണ്. സഭയുടെ വിശ്വാസം ക്രിസ്തുവാണ് ഉറവിടം. സഭയുടെ പൗരോഹിത്യം ക്രിസ്തുവാണ് ഉറവിടം. അല്ല തോമായും പത്രോസുമാണ് ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേദവിരീതമാണ് വിളിച്ച് പറയുന്നത്. അച്ഛൻ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഇപ്പം ഒരു റീൽ ഓടുന്നു, ഞാൻ സംസാരിക്കുന്ന ഒരു റീലാണ്. അത് അച്ഛൻ കേട്ട് കാണും. അത് മുമ്പ് പണ്ടൊരാൾ വന്ന് എന്നെ ഒരു ഇൻ്റർവ്യൂ എടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമാണത്. ആ ഇൻ്റർവ്യൂവിൽ എന്നോട് ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ വളരെ സരസമായിട്ടൊരു മറുപടി കൊടുത്തു. നിങ്ങൾ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ റോമിലും അന്ത്യോക്യയിലും മാത്രമേ ഉള്ളല്ലോ സിംഹാസനം, വേറൊരിടത്തും ഇല്ലല്ലോ എന്ന് ഞാനൊരു ഐറോണിക്കലായിട്ടൊരു മറുപടി കൊടുത്തു. നിങ്ങൾ പറയുന്നതാണെങ്കിൽ റോമിലും അന്ത്യോക്യയിലും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട്, റോമിലും ഉണ്ടെന്ന് പറയാൻ ഒക്കുന്നില്ല. കാരണം പത്രോസ് റോമായി പോയെന്ന് വലിയ രേഖകളൊന്നും ഇല്ല, അവിടെ ഒരു കബറിടം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അന്ത്യോക്യയിൽ പോയെന്ന് മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുള്ളൂ എന്നും കൂടി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ റോമിലും അന്ത്യോക്യയിലും മാത്രമേ പൗരോഹിത്യം ഉള്ളൂ, വേറൊരിടത്തും ഇല്ല എന്നാണോ ഈ പറയുന്നതാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പറയുന്നത്. അത് വളരെ തന്ത്രപരമായിട്ട് അപ്പുറവും ഇപ്പുറവും വെട്ടിമാറ്റിയിട്ട് റോമിലും അന്ത്യോക്യയിലും മാത്രമേ പൗരോഹിത്യം ഉള്ളൂ എന്ന് പറയുന്ന ഒരു റീൽ ഇപ്പം ഞാൻ ഓടുന്നുണ്ട്. അത് കുറച്ച് നാളായിട്ട് ഓടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ്ടും എടുത്തിരും. 2-3 വർഷത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ അതിന് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഈ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയക്കാരുടെ എന്തുവാ വടക്കേടെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരാണ്ട് ചെയ്ത പണിയായത്. അതായത് ഞാൻ പറഞ്ഞത് റോമിലും പിന്നെ അന്ത്യോക്യയിലും മാത്രമേ പൗരോഹിത്യം ഉള്ളൂ, ശ്ലൈഹികത ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു, സിംഹാസനം ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞതായിട്ട് ഉള്ളൊരു വ്യാഖ്യാനമാണ് ഓടിപ്പോകുന്നത്. അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം ഞാനിപ്പോൾ അച്ഛനോട് ഈ പറയുന്ന ഇൻ്റർവ്യൂ നാളെ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചില കാര്യങ്ങൾ എടുത്തിട്ടിട്ട് ഞാൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സഹിക്കാനേ ഒക്കുകയുള്ളൂ. കാരണം ഇവിടെ അങ്ങനെയുള്ളവരൊന്നും തിരുത്താനായിട്ട് നിയമങ്ങളൊന്നും ഇല്ലല്ലോ. അതാണ് നമ്മുടെ ഒരു വിഷയം. ഞാൻ അന്ന് പറഞ്ഞത് വളരെ ക്ലിയറാണ്. ബാക്കി ക്രൈസ്തവ സഭകൾ ധാരാളമുണ്ട്. റോമിലും അന്ത്യോക്യയിലും മാത്രമല്ലല്ലോ ക്രൈസ്തവ സഭകളുള്ളത്. ഓർത്തഡോക്സ് സഭകൾ മുഴുവൻ കിടക്കുന്നത് ഈ പറഞ്ഞ രണ്ടുപേരുടെയും തോമായുടെയും പത്രോസിൻ്റെയൊക്കെ അപ്പുറത്താണ്. മറ്റ് സ്ലീഹന്മാരുടെയൊക്കെ പേരിലാണ് മറ്റ് ഓർത്തഡോക്സ് സഭകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ അവർ പൗരോഹിത്യത്തിൻ്റെ ഉറവിടം പത്രോസ് ആണെന്നാണോ പറയുന്നത്? അങ്ങനെ ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. അത് ഇത് നാട്ടിൽ വിളിച്ച് പറയുന്ന തിരുമേനിമാരിരിക്കുന്ന മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ അവരും അവിടെ ഇത് മിണ്ടാതിരുന്ന് കൊടുക്കുവാണ് ഓർത്തഡോക്സുകാർ പറയുമ്പോൾ. ഇവിടെ നാട്ടിൽ മാത്രമാണ് ഈ പ്രയോഗം. അത് ഓർത്തഡോക്സ് സഭയും യാക്കോബ വിഭാഗം തമ്മിലുള്ളതായ ഈ ടെൻഷനകത്ത് ഒരു അനാവശ്യമായ ഒരു കാരണമിട്ട് കളിക്കുകയാണ്. പത്രോസിൻ്റെ പേര് പറഞ്ഞ് പാൻ പിടിച്ച പത്രോസ് ലിയെ വിഷമിച്ചിരിക്കുമായിരിക്കും. ഇതെന്തായി പറയുന്നത്? തോമാസ് ലിയെയും വിഷമിക്കുന്നുണ്ട് ഇല്ലേ? അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വേഷം, അതുപോലെ പ്രാർത്ഥനകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം അന്ത്യോക്യൻ സഭയിൽ നിന്ന് അതേപടി കോപ്പി അടിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആണ് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഒരു സമീപനവും കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്? ഇത് മുഴുവൻ ഇറക്കുമതി ചെയ്തിട്ടുള്ളതല്ലേ? അത് തന്നെ ഏറ്റവും വലിയൊരു തെളിവല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമീപനവും കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? പറഞ്ഞാൽ ഇത് ദീർഘമായി പോകും. വേഷം നമ്മൾ ഇട്ടിരിക്കുന്ന ഈ കാസൊക്കെ അന്ത്യോക്യനല്ല കേട്ടോ. നമ്മൾ ഇട്ടിരിക്കുന്ന കാസൊക്കെ ആംഗ്ലിക്കൻ കാസൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയുടെ ഒരു രീതിയാണ്. അവർ പല സംസ്കാരത്തിൽ നിന്നും പലയിടത്തു നിന്നുമൊക്കെ വന്നിരിക്കുന്ന പല കാര്യങ്ങളെ അവരുടെ ഭാഗമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ ക്രൈസ്തവ സഭകളിലും ഉണ്ട്. നമ്മളെ കണ്ടിട്ട് പല കാര്യങ്ങളും മറ്റ് സഭകൾ എടുത്തിട്ടുണ്ടല്ലോ, ഇല്ലെന്ന് നമുക്ക് പറയാൻ നോക്കുമോ? ഇപ്പം ഇവിടെ തന്നെ നമ്മുടെ സഭയിൽ നിന്ന് കടമെടുത്ത പല കാര്യങ്ങളും വേറെ ചില സഭകൾ ഓടുന്നുണ്ടല്ലോ. അച്ഛനത് പരിശോധിച്ചാൽ അത് മനസ്സിലാകും വളരെ കൃത്യമായിട്ട്. നമ്മുടെ പിതാക്കന്മാർ രൂപപ്പെടുത്തിയ പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഹെഡിങ് മാറ്റിയൊക്കെ വളരെ ഭംഗിയായിട്ട് ഓടുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഓടുന്നുണ്ട്. പിന്നെ ഈ അന്ത്യോക്യൻ ആരാധന എന്ന് പറയുന്ന അന്ത്യോക്യയിലെ പിതാക്കന്മാർ മാത്രം എഴുതിയതാണോ? യെരുശലേമിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളത്. യാക്കോബിന്റെ ദക്സ അന്ത്യോക്യയിലാണോ? സെന്റ് ജോൺ ക്രിസോസ്റ്റം പിന്നെ എവിടെ? കോൺസ്റ്റാന്റിനോപ്പിൾ മെത്രാപ്പൊലീത്ത മസനപ്സ ഈജിപ്തിന്റെ അല്ലേ? ഇല്ല, നമ്മുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജിൽ സുറിയാനിയാണ് നമ്മൾ പറയുമ്പോഴും എത്ര ഗ്രീക്ക് പദങ്ങൾ അതിനകത്തുണ്ട്, എത്ര എബ്രായ പദങ്ങൾ അത് കയറി വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു സഭയിൽ നിന്നും എടുത്തു എന്നുള്ളതല്ല പറയേണ്ടത്. ക്രൈസ്തവ സഭകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും
പരസ്പരം സ്വാധീനിച്ച് നല്ല അംശങ്ങളെ സ്വീകരിക്കുന്ന ഒരു പ്രവണത ആദ്യകാലം മുതൽ തന്നെ ഉള്ളതാണ്. അന്ത്യോക്യയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 16-ാം നൂറ്റാണ്ട് വരെ, 17-ാം നൂറ്റാണ്ട് വരെ വളരെ കൃത്യമായിട്ട് ഇവിടെ ഈസ്റ്റ് സിറിയ ബന്ധമായിരുന്നു. നമുക്ക് പേർഷ്യൻ സഭ ബന്ധമാണ് ഉണ്ടായിരുന്നു പറയാം. നമ്മുടെ ഇപ്പോഴത്തെ യാക്കോബക്കാർ പറയുന്നത് 1-ാം നൂറ്റാണ്ട് മുതൽ അന്ത്യോക്യ പാത്രികീസാണെന്ന്. പക്ഷേ അത് കത്തോലിക്കർ മുമ്പിൽ ചെല്ലുമ്പോൾ അവർ മിണ്ടാറുള്ളത്. നമ്മുടെ അടുത്തേ അത് പറയാറുള്ളൂ. അങ്ങനെ വേറെ വിഷയമുണ്ട്. കാരണം കത്തോലിക്കർ 1-ാം നൂറ്റാണ്ട് മുതൽ റോമിലെ പാപ്പാടകയിലാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരമാണല്ലോ അവർക്കുള്ളത്. അതുകൊണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വാധീനങ്ങൾ എപ്പോഴും ഉണ്ട്. ഇവിടെ 16-ാം നൂറ്റാണ്ട് വരെ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ലിറ്റർജി വേറെ ആയിരുന്നു, ആരാധന വേറെ ആയിരുന്നുള്ളത്. നമുക്കത് നഷ്ടമായി പോയതിൻ്റെ കഥയും നമുക്ക് നല്ലപോലെ അറിയാം. ഉദയംപേരൂർ സുന്നോദോസും തൊട്ടു പിന്നാലെ വന്ന കൂനും കുരു സത്യം, ഇതെല്ലാം ചരിത്രപരമായ ചില സംഭവങ്ങളുണ്ട്. ഞാനത് വിശദീകരിക്കാൻ പോയാൽ ഒരുപാട് നേരം എടുക്കും അല്ലേ. അതിനെ തുടർന്ന് ഇവിടെ 1665 യെരുസലേമിലെ ഗ്രിഗോറിയോസ് ഇവിടെ വന്നതിന് ശേഷമുള്ള ഡെവലപ്മെൻ്റാണ് ഇത്. അദ്ദേഹം കൊണ്ടുവന്ന് നമുക്ക് പറയാൻ ഒക്കെയല്ല. പതുക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു 18-19 നൂറ്റാണ്ടിലെങ്ങനെയാണ്, തുടക്കത്തിലെങ്ങനെയാണ് ഈ അന്ത്യോക്യൻ ആരാധന എന്ന രീതിയിലുള്ള, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലും എല്ലാ അന്ത്യോക്യയിലല്ലല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്വാധീനത്തിൽ രൂപീകരിച്ച് വന്നിരിക്കുന്നതാണ്. സഭയുടെ ഒരു പൊതു പൈതൃകമാണ്. പൊതു പൈതൃകം വരുന്ന വഴി ഓരോ വഴിയോടൊക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇതല്ല അന്ത്യോക്യം എന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അങ്ങ് സമ്മതിക്കാം. കാരണം നമുക്ക് അന്ത്യോക്യൻ പാരമ്പര്യത്തോട് വിരോധമൊന്നുമില്ലല്ലോ. അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഓർത്തഡോക്സിയുടെ നമുക്ക് വിരോധമുണ്ടോ? അവരുടെ ദൈവശാസ്ത്രത്തിൽ നമുക്ക് വിരോധമുണ്ടോ? പിന്നെ അത് കൊണ്ടുവന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ കുഴപ്പം? തെറ്റാണോ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? അല്ലല്ലോ. ഒന്നുകൂടെ പറയണമല്ലോ, അന്ത്യോക്യ സഭ സ്വീകരിച്ചിരിക്കുന്ന വേദശാസ്ത്രം അലക്സാന്ദ്രിയൻ വേദശാസ്ത്രമാണെന്നും കൂടെ. അതെ, അത് വേറൊരു വിഷയം. അതെ, അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയുടെ, അന്ത്യോക്യൻ സുറിയാനി ഓർത്തഡോക്സ് സഭ, അന്ത്യോക്യയിൽ ഇഷ്ടം പോലെ സഭകൾ വേറെ ഉണ്ട്. അന്ത്യോക്യയിലെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ദൈവശാസ്ത്രം അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്രമാണ്, അന്ത്യോക്യൻ അല്ല. അപ്പം നമ്മൾ അന്ത്യോക്യൻ ആരാധന മാത്രമല്ലല്ലോ, അലക്സാണ്ട്രിയൻ ആരാധന ഇവിടെ വന്നിട്ടില്ലേ? തീർച്ചയായും. ഈ മറ്റ് പല സഭകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ മലങ്കര മാത്രം കിടന്നുറങ്ങുന്നവരൊന്നും അല്ലല്ലോ, നമ്മൾ പലയിടത്ത് പോകുന്നവരല്ലേ. അപ്പോൾ അവിടെയൊക്കെ അവരുടെ ആരാധനയ്ക്കൊക്കെ വ്യത്യസ്തതകളുണ്ട് ഇല്ലേ. ആ വ്യത്യസ്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നുമൊക്കെ അവർക്ക് കിട്ടിയ കാര്യങ്ങളെ അവർ ക്രോഡീകരിച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളും അത്യാവശ്യം വേണ്ട ചിലയിടത്തൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ? തീർച്ചയായും മാറ്റങ്ങൾ വരുത്തി. ഇപ്പം തന്നെ അന്ത്യോക്യയിലെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചില പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ വീഡിയോയിലൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതിൽ നിന്നൊക്കെ എന്ത് വ്യത്യസ്തമായ ശൈലിയിലാണ് നമ്മൾ കാര്യങ്ങൾ നടത്തി പോകുന്നത്. ആരാധനയ്ക്ക് അറബി ഭാഷ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാറ്റമില്ലാതെ നമ്മൾ നമ്മുടെ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. ഇത് ചുമ്മാതൊരു മുട്ടാ തർക്കമാണ്. നിങ്ങളുടെ വേഷമല്ല അവിടുന്നല്ലേ, നിങ്ങളുടെ ആരാധനയല്ല അവിടുന്നല്ലേ എന്ന് പറയുന്നൊരു മുട്ടാത്തർക്കമാണ്. അത് കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മളിതിന് മറുപടി കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. മറുപടി കൊടുത്താലും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതൊരു പ്രത്യേക രോഗത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. ഈ ആരാധനാ പാരമ്പര്യത്തെ നമ്മൾ അങ്ങേയറ്റം ആദരിക്കുകയും അതിനെ സ്നേഹപൂർവ്വം കാണുകയും ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന മലങ്കര സഭ എന്ന് പറയുന്നതിൻ്റെ വ്യതിരിക്തത, അതിൻ്റെ ശരിയായ വ്യക്തിത്വം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കറക്റ്റ്. നമ്മുടെ ആരാധനയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും മാർ ഇഗ്നാത്യൂസിനെ മറക്കാതിരിക്കുന്നത്? കാരണം രണ്ട് സഭകളും ഒരുപോലെ ഒരേ ആരാധനയിലൂടെ പോകുന്ന ഒരു രീതിയാണുള്ളതെന്നുള്ളത് ഉറപ്പാണ് അല്ലേ? ഒന്നാമത് ഓർക്കുന്നു. അതിന് സംശയം എന്താ? നമുക്കതിനകത്ത് വിരോധമില്ലല്ലോ. നമ്മുടെ വിരോധം എവിടെയാ? ഓർക്കുന്നു എന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയുന്ന ആ സ്വഭാവത്തെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ നിയമപരമല്ലാത്ത പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയുന്നതിനോടാണ് നമുക്ക് വിരോധം. അതല്ലാതെ ആരാധനയോടോ ദൈവശാസ്ത്രത്തോടോ നമുക്ക് വിരോധമില്ല. പക്ഷേ ഇപ്പം രൂപപ്പെട്ടു വന്നിരിക്കുന്ന ദൈവശാസ്ത്രം എനിക്കറിയാൻ മേല, അതോ സഭാശാസ്ത്രം അറിയത്തില്ല. ഈ രൂപപ്പെട്ടു വരുന്ന ദൈവശാസ്ത്രത്തിന് നമുക്ക് എതിർപ്പുണ്ട്. അതായത് പത്രോസ് എന്ന് പറയുന്ന ഉറവിടം അല്ലാത്ത ഉറവിടമൊക്കെ അതിന് എതിർപ്പുണ്ട്. മലങ്കര അന്ത്യോക്യ ബന്ധം നീണാൾ വാഴട്ടെ. അത് നീണാൾ വാഴുന്നത് ഏത് തലത്തിലാണ് എന്ന് അഭിമന്യ തിരുമേനി പറഞ്ഞു തന്നു. ആ സഭയോടുള്ള നമ്മുടെ സ്നേഹം, ആദരവ്, ബഹുമാനം ഒക്കെ വളരെ വലുതാണ്. എന്നാൽ ഈ സഭ ഇതിൻ്റെ സ്വാതന്ത്ര്യവും ഇതിൻ്റെ വിശ്വാസവും പരീക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സഭയാണ്. ഒരു സഹോദരി സഭ എന്നുള്ള നിലയിൽ ഏറെ സ്നേഹത്തോടും ആദരവോടും
ആ സഭയെയും അതിൻ്റെ പതിവുകളെയും അതിൻ്റെ വിശ്വാസത്തെയും വേദശാസ്ത്രത്തെയും കാണുന്നു. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. അത് അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് തന്നെയാണ് നമുക്കെല്ലാവർക്കും ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ളത്.